الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. കഴിഞ്ഞ ദർസിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു, സഫീർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സീറയുടെ കിതാബായ അർ-റഹീഖുൽ മഖ്തൂമിൽ ഹംസ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം, അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മാ കുന്ന നഖ്ദിറു അൻ നുസല്ലി ഇൻദൽ കഅബത്തി ഹത്താ അസ്ലമ ഉമറു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതുവരെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടുകൂടെ കാബ ഷരീഫിൻ്റെ അടുത്ത് ചെന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ശത്രുക്കൾ, മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ, അവരെ കൊണ്ടുള്ള ഉപദ്രവവും കാരണം. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിൻ്റെ ശേഷമാണ് അവർക്ക് അതിലൊരു ധൈര്യം കിട്ടിയത്. സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഖാല ലമ്മ അസ്ലമ ഉമർ ളഹറൽ ഇസ്ലാം. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയപ്പോഴാണ് ഇസ്ലാമിന് അതിൻ്റേതായ ഒരു വിജയം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. വദുഇയ ഇലൈഹി അലാനിയ, പരസ്യമായിട്ട് ഞങ്ങൾക്കൊക്കെ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയത് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിൻ്റെ ശേഷമാണ്. വജലസ്ന ഹൗലൽ ബൈത്തി ഹിലഖൻ, ഞങ്ങൾ കാബ ഷരീഫിൻ്റെ ചുറ്റുവട്ടത്തും വട്ടങ്ങളായിട്ട് ഇരിക്കലുണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിം ആയതിൻ്റെ ശേഷം. മറ്റു സമയത്ത് അവർക്ക് പേടിയായിരുന്നു. വതുഫ്ന ബിൽ ബൈത്ത്, ഞങ്ങൾ കാബും തവാഫ് ചെയ്തിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു വാക്ക് ഇമാം ബുഖാരി റഹിമഹുല്ലക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. മാസിൽന അഇസ്സതൻ മുൻദു അസ്ലമ ഉമറു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായോടെ മുതൽ ഞങ്ങൾ മുസ്ലിമീങ്ങൾ ധീരരായി മാറി. ഞങ്ങൾക്കുള്ള പ്രതാപം അനുഭവപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് വളരെ നിന്ദതയും പീഡനങ്ങളും ഉപദ്രവങ്ങളും ഭയവും പേടിയുമായിരുന്നു. ഏതാണെങ്കിലും ഈ പറയുന്ന പ്രമുഖരായ അറിയപ്പെട്ട ഈ രണ്ട് യുവാക്കൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം, ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ, അവർ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം പിന്നീട് മുസ്ലിമീങ്ങൾക്ക് എതിരിൽ ശത്രുക്കളിൽ നിന്ന് ഉരുണ്ടുകൂടിയിരുന്ന ആ മേഘങ്ങളൊക്കെ അത് ഒഴിഞ്ഞു പോവുകയാണ്. കാർമേഘങ്ങൾ നീങ്ങി. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെ എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ മുശ്രിക്കീങ്ങൾക്ക് മാറുകയും ചെയ്തു. എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടും കിട്ടും, വിവരം അറിയും എന്നുള്ളൊരു തോന്നൽ അവർക്കും അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ പറയുന്ന ഇവരുടെയൊക്കെ ഇസ്ലാമിൻ്റെ ശേഷം മുശ്രിക്കീങ്ങൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഒത്തുതീർപ്പിന്, ഒരു സമാധാന നിലക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തുടങ്ങി എന്നുള്ളത്. ഉപദ്രവങ്ങളും പീഡനങ്ങളും അത് വിലപ്പോകൂല, മുമ്പത്തതുപോലെ അത് നടപ്പാക്കാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകനോട് ഇനിയൊരു സമാധാന സന്ധി സംഭാഷണം, ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ സൗമ്യമായ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ പരിശോധിച്ചു എന്നുള്ളത്. ഉത്ബത്ത് ബിൻ റബിയ ഒരു ദിവസം ഖുറൈശികളുടെ പ്രമുഖനായ അറിയപ്പെട്ട ആളായിരുന്നു. ഖുറൈശികളുടെ സദസ്സിൽ ചെന്ന് ഒരു ദിവസം ആ മനുഷ്യൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത്, യാ മാശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, അലാ അഖൂമു ഇലാ മുഹമ്മദിൻ ഫഉകല്ലിമ, ഞാൻ മുഹമ്മദിൻ്റെ അടുത്തേക്കൊന്ന് പോയി അവനോട് കുറച്ച് കാര്യങ്ങളും സംസാരിക്കട്ടെ. ഖുറൈശിയോട് ചോദിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅരിദ അലൈഹി ഉമൂറൻ ലഅല്ലഹു യഖ്ബലു ബഅദഹ, അഥവാ ഇത്രയും കാലം പ്രകോപനങ്ങളായിരുന്നു എങ്കിൽ ഇനി പ്രലോഭനങ്ങളിലേക്കാണ് ഖുറൈശികൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് സ്ഥാനമാനങ്ങളോ സമ്പത്തോ എന്തെങ്കിലും ഭൗതികമായ ഓഫറുകളോ നൽകിയിട്ട് വശീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചില കാര്യങ്ങൾ അവനോട് പറഞ്ഞ് സംസാരിച്ച്, ഒരു പക്ഷേ ആ ഓഫറുകൾ, ആ പറയുന്ന നമ്മൾ അവന് വെച്ച് നീട്ടുന്ന ആ പ്രലോഭനങ്ങൾ അവൻ സ്വീകരിച്ചാൽ ഫനുഅ്തിയഹു അയ്യഹാശ വയകുഫ അന്ന, അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവന് നൽകാൻ തയ്യാറാവുക. എന്നിട്ട് നമ്മുടെ ഈ വിഗ്രഹങ്ങളെ, നമ്മുടെ ഈ ഇലാഹുകളെയും, നമ്മുടെ പിതാമഹന്മാരും മുൻഗാമികളായ ആളുകളും ആരാധിച്ചിരുന്ന ആരാധനയെയും നമ്മുടെ ഈ രീതികളെയൊക്കെ വിമർശിക്കുന്നതിൽ നിന്ന് അവനൊന്ന് തടഞ്ഞെങ്കിൽ, ഒന്ന് നിർത്തിയെങ്കിൽ, വദാലിക ഹീനമാ അസ്ലമ ഹംസത്തു
ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതിൻ്റെ ശേഷം വറഔ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്സുറൂന വയസീദൂൻ, പ്രവാചകന്റെ അനുയായികൾ ദിനംപ്രതി കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗൊക്കെ അവർ കണ്ടപ്പോഴാണ്. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ബലായ അബൽ വലീദ്, നിങ്ങൾ പറയുന്ന അഭിപ്രായം നല്ലതാണ്, നല്ലൊരു അഭിപ്രായമാണ്, ഞങ്ങൾക്ക് സമ്മതമാണ്. ഖും ഇലൈ, ചെന്നിട്ട് സംസാരിക്ക്. ഫകല്ലിംഹു, അങ്ങനെ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബത്ത് ബിൻ റബിയ റസൂലിൻ്റെ അടുത്തേക്ക് ചെന്നു. വഹത്താ ജലസ ഫഖാമ ഇലൈഹി ഉത്ബ, റസൂലിൻ്റെ അടുത്തേക്ക് പോയി. ഹത്താ ജലസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, യബ്ന അഖി, സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ സംസാരങ്ങൾ, മുമ്പത്തെ ഭീഷണികളൊന്നുമല്ല, പ്രകോപനങ്ങളല്ല. യബ്ന അഖി, സഹോദരൻ്റെ മകന്, പ്രായം ചെന്ന ആളുകൾ, അവരിലേറെ പ്രായം കുറഞ്ഞ ആളുകളെ വിളിക്കുന്ന ഒരു രൂപമാണിത്. പ്രായം കുറഞ്ഞ ആളുകൾ മുതിർന്നവരെ നമ്മുടെ നാട്ടിൽ കാക്ക കാക്ക എന്നൊക്കെ വിളിക്കുന്നത് പോലെ യാ അമ്മി എന്നായിരുന്നു അറബികൾ വിളിച്ചിരുന്നത്. യാ അമ്മി, പിതാവിൻ്റെ സഹോദരൻ എന്നുള്ള ആ അർത്ഥത്തിലുള്ള. അപ്പോൾ അവർ ഇവരെ സഹോദരൻ്റെ മകനെ എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ടിങ്ങനെയും അഭിസംബോധനം ചെയ്യുമായിരുന്നു. ചില ആളുകൾ പറയും അറബികൾക്ക് ബഹുമാനമില്ല, ആദരവില്ല. അത് ഇവർക്കതില്ലാത്തത് കൊണ്ടും ഇവർക്ക് എന്താണ് ഇവിടെ നടക്കുന്നു എന്നറിയാത്തത് കൊണ്ടുമാണ്. അറബികളുടെ അത്ര ആദരവും മര്യാദയും സംസാരത്തിലുള്ള മാന്യതയും പുലർത്തുന്ന മറ്റു സമൂഹങ്ങൾ ഇല്ല സത്യത്തിൽ ലോകത്ത്. ഇന്നക മിന്ന ഹൈതു ഖദ് അലിംത, നിനക്ക് ഞങ്ങളുടെ വലിയ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സ്ഥാനുണ്ട്. മിന സുത്ത എന്ന സുത്ത എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം വളരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട് കുടുംബത്തിൽ. വൽ മക്കാനി ഫിൻ നസബി, പരമ്പരയിൽ തറവാടിത്തത്തിൽ നല്ല ബഹുമാനം ആദരവുള്ള വ്യക്തിയാണ് ഞാൻ. വഇന്നക ഖദ് അതൈത ഖൗമക ബി അംറിൻ അളീം, നീ നിന്റെ ജനങ്ങളടുത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന ഈ ആശയം ആദർശം വല്ലാത്തൊരു പ്രയാസപ്പെട്ട വിഷയമാണ്. ഫറഖ്ത ബിഹി ജമാഅത്തഹും, സമൂഹത്തിലുള്ള അവരുടെ ആ ആൾക്കൂട്ടങ്ങളിൽ നീ ഛിദ്രതയുണ്ടാക്കി, ഒത്തൊരുമയിൽ ഛിദ്രതയുണ്ടാക്കി. വസഫഹ്ത ബിഹി അഹ്ലാമഹും, അവർ ഇത്രയും കാലം സ്വപ്ന ലോകത്തിൽ കൂടെ ജീവിച്ചിരുന്ന നല്ല കാബത്തിൻ്റെ ആളുകളാണ്, വലിയ നല്ല ആദർശത്തിൻ്റെ ആളുകളാണ്, ബഹുമാന ആദരണീയരാണ്, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള സ്വപ്ന ലോകത്തായിരുന്നു അവർ ജീവിച്ചത്. അതൊക്കെ വിഡ്ഢിത്തരമാണ് എന്ന് നീ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. വഇബത്ത ബിഹി ആലിഹത്തഹും വദീനഹും, അവരുടെ ആദർശത്തിനെയും അവരുടെ ഇലാഹുകളെയും നീ ആക്ഷേപിക്കാൻ തുടങ്ങി. വകഫർത ബിഹി മൻ മളാ മിൻ ആബാഇഹിം, അവരുടെ പിതാമഹന്മാർ കഴിഞ്ഞു പോയ ആളുകളോടൊക്കെ അവരൊക്കെ കാഫിരീങ്ങളാണ്, സത്യനിഷേധികളാണ് എന്ന് നീ പറയാൻ തുടങ്ങി. അതുകൊണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ സമൂഹം ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത് നിന്റെ ഈ വാദങ്ങളും നീ കൊണ്ടുവന്ന ഈ ആദർശവുമായിട്ട്. അതുകൊണ്ട് ഫസ്മഅ മിന്നി, നീ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ അടുത്ത് കേൾക്കെ. ആയിരുന്നു അലൈക ഉമൂറൻ, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ പോവുകയാണ്. തൻദുറു ഫിഹാ, നീ അതിൽ ചിന്തിച്ചു നോക്കെ. ലഅല്ലക തഖ്ബലു മിൻഹാ ബഅദഹാ, എന്തെങ്കിലും നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ട് നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്. പ്രലോഭനങ്ങളാണ് ഇനി, മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത്, ഖുൽ യാ അബൽ വലീദി അസ്മാ, പറയൂ ഞാൻ കേൾക്കാം എന്ന്. ഇതൊക്കെ സീറയുടെ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിലുള്ളതാണ്. ഹദീസിൻ്റെ സനദുകളൊക്കെ ഉള്ള പരിശോധിച്ച് നോക്കുമ്പോൾ ബലഹീനത പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഇൽമിൻ്റെ ആ വിശ്വസ്തത എന്നുള്ള നിലക്ക് ആ കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. പക്ഷേ പൊതുവിൽ ചരിത്രപരമായിട്ട് ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായി പല പണ്ഡിതന്മാരും ഇത് ചരിത്രകാരന്മാരും എഴുതി വെച്ച സംഭവങ്ങളാണ്. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന അഖി, അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് കൃത്യമായി നമുക്ക് പറയണമെങ്കിൽ അതിന് സനദും അതിൻ്റെ രേഖകളും അത് കൃത്യമായിരിക്കണം. അതല്ല ഞാൻ എൻ്റെ മേൽ ഒരാൾ മനഃപൂർവ്വം കളവ് ആരോപിച്ചാൽ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം അവൻ ഒരുക്കി വെക്കട്ടെ എന്ന് താക്കീത് നാം ഭയപ്പെടേണ്ടതുമാകുന്നു, നാം ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് യബ്ന അഖി, എൻ്റെ സഹോദരൻ്റെ മകനെ, ഇൻ കുൻത ഇന്നമാ തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംർ, നീ ഈ കൊണ്ടുവന്ന ആദർശം നിന്റെ ഈ വാദവുമായി വന്നതുകൊണ്ട് നിനക്ക് ഉദ്ദേശിക്കുന്നത് മാലൻ വല്ല സമ്പത്തുമാണ്, കുറച്ച് കാശുണ്ടാക്കലാണ്, ആളുകളുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ജമഅനാ ലക മിൻ അംവാലിന, ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പിരിവ് നടത്തി സ്വത്ത് സമ്പാദിക്കാം, ഒരുമിച്ച് കൂട്ടാം. ഹത്താ തകൂന അക്സറനാ മാലൻ, ഞങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനിയായിക്കും, ഞങ്ങൾ അതിന് തയ്യാറാണ്, കാശാണ് നിനക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ. വഇൻ കുൻത തുരീദു ബിഹി ഷറഫൻ, നിനക്ക് സമൂഹത്തിലുള്ള ഒരു പേരും പ്രശസ്തിയുമാണ്, നിനക്ക് നേതൃത്വമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സവ്വദനാക അലൈന, ഞങ്ങളുടെ നേതാവാക്കി ഞങ്ങൾ നിന്നെ തീരുമാനിക്കാൻ തയ്യാറാണ്. ഹത്താ ലാ നഖ്ത അംറൻ ദൂനക്, നിന്റെ തീരുമാനം അഭിപ്രായമില്ലാതെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒരു അറുത്തും കുറിച്ചൊരു തീരുമാനത്തിലെത്തൂല, നിന്റെ അഭിപ്രായമില്ലാതെ നിന്റെ കൽപ്പനയില്ലാതെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ നേതാവാക്കാൻ തയ്യാറ്. വഇൻ കുൻത തുരീദു ബിഹി മുൽക്കൻ മല്ലക്കനാക അലൈഹ, നിനക്കൊരു രാജാവാകണം ഞങ്ങളുടെ മേൽ, നിന്നെ ഞങ്ങൾ രാജാവാക്കാൻ തയ്യാറാണ്.
വഇൻ കാന ഹാദല്ലദീ അതീക റഅയൻ തറാഹു ലാ തസ്തതിഉ റദ്ദഹു, നിന്റെ അടുത്തേക്ക് വരുന്ന അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്യുന്ന ഖുർആനും ഈ പറയുന്ന വഹയൊക്കെ ഒരു ശൈത്താന്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും തോന്നിയിട്ടാണ്, എനിക്ക് എന്തെങ്കിലും രോഗം അങ്ങനെ പിടിപെട്ടതാണ്, പിശാചിന്റെ ഉപദ്രവമാണെങ്കിൽ ലാ തസ്തതിഉ റദ്ദഹു അൻ നഫ്സിക, നിനക്കതിനെ ചികിത്സിക്കാനും അത് നിന്റെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറ്റാനും കഴിയാത്ത നിസ്സഹായതയിലാണെങ്കിൽ തലബനാലക തിബ്, ചികിത്സ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തോളാം, എന്നിട്ട് മാനസിക രോഗം ഞങ്ങൾ നിനക്ക് സുഖപ്പെടുത്തിത്തരാം. ശരിക്കും നിങ്ങൾ പറയണം അല്ലാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ഈ ഖുർആൻ കേട്ടിട്ട് രോഗിയാണ് എന്ന് അവർക്ക് തോന്നുക. തലബനാലക തിബ്ബ, നിനക്ക് അത്തിബ്ബ, ഞങ്ങൾ നിനക്ക് ചികിത്സ അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് നിനക്ക് ചികിത്സിച്ച് ആശ്വാസവും അതേപോലെ ശമനവും ഉണ്ടാക്കിത്തരാം. വബദൽനാ ഫീഹി അംവാലന, ഞങ്ങളുടെ സമ്പത്ത് അതിൽ ചെലവാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഹത്താ നുബ്രിഅക മിൻഹു, ആ പറയുന്ന പിശാചിയത്തിൽ നിന്ന് അസുഖത്തിൽ നിനക്ക് ആശ്വാസം നൽകുന്നത്. ഫഇന്നഹു റുബ്ബമാ ഗലബ താബിഉ അല റജുലി ഹത്താ യുദാവാ മിൻഹു, പൈശാചികമായ ഉപദ്രവങ്ങൾ, ചിലപ്പോൾ പിശാചിൻ്റെ ഉപദ്രവം ചില മനുഷ്യനോട് കൂടിയാൽ ആ വ്യക്തിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വരും. അതിന് ചികിത്സിക്കണം. ആ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരു പക്ഷെ ഉണ്ടാവില്ല, ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഉത്ബ പ്രത്യക്ഷത്തിൽ കേട്ടാൽ വളരെ മാന്യമായ ആദരവുള്ള അഭിപ്രായങ്ങൾ, ഓഫറുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വെച്ചത്. ഹത്താ ഇദാ ഫറഗ ഉത്ബത്തു, അങ്ങനെ ഉത്ബ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ആ ഉത്ബ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാണ്. ഖാല അഖദ് ഫറഗത യാ അബൽ വലീദ്, അബുൽ വലീദ് കുഞ്ഞത്തായിട്ട് ആദരവോടുകൂടെ തന്നെ വിളിച്ചുകൊണ്ട് സമൂഹത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോ തീർന്നോ? അപ്പോൾ ഉത്ബ പറഞ്ഞു നഅം, അതെ. ഖാല, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസ്മഅ മിന്നി, എന്നാൽ ഞാൻ പറയുന്നതിന് കേട്ടോ. അപ്പോൾ ഖാല അഫൽ, നീ പറയൂ, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം സൂറത്ത് ഫുസ്സിലത്തിലുള്ള കുറച്ച് ആയാത്തുകൾ, അതിൻ്റെ ആരംഭത്തിലുള്ള ആയാത്തുകൾ പാരായണം ചെയ്തു കൊടുത്തു. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ ബശീറൻ വനദീറൻ ഫഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ വഖാലു ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദ്ഉന ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ തുടങ്ങിയിട്ടുള്ള ഈ കുറച്ച് ആയത്തുകൾ പാരായണം ചെയ്യാൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ വലീദ് അഥവാ ഉത്ബ പറഞ്ഞ ആ വാക്കുകൾക്ക് നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള മറുപടി പറയാതെ പരിശുദ്ധമായ ഖുർആൻ ആ മനുഷ്യരെ ഓതിക്കേൾപ്പിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ അറബി ഭാഷ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും പോലും അവരുടെ മുന്നിൽ അതിൻ്റെ പാരായണത്തിനും അതിനെ കേൾപ്പിക്കുന്നതിനും അതിന് അതിൻ്റേതായ ഫലങ്ങളും ചലനങ്ങളുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ പ്രത്യക്ഷത്തിൽ ഉത്ബ പറഞ്ഞ ആ വാക്കിന് പ്രവാചകന്റെ മറുപടിക്ക് പകരം ഈ പറയുന്ന ആയാത്തുകൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അവർ അറബികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെ അർത്ഥവും ഉദ്ദേശങ്ങളും കൃത്യമായി അറിയും താനും. ഹാമീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനാണിത്. കിതാബുൻ ഫസ്സിലത് ആയാതുഹു, അതിലുള്ള ആയാത്തുകൾ വിശദമായി വിശദീകരിക്കപ്പെട്ടതാണ്. ഖുർആനാണ്, പാരായണം ചെയ്യപ്പെടുന്നതാണ്, അറബി ഭാഷയിലാണ്. അറിവുള്ള ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഇത് മനസ്സിലാകുന്നതാണ്. ഇതിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട്, ധിക്കാരികളായ സത്യനിഷേധികളായ ആളുകൾക്ക് താക്കീതുണ്ട്. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും കേൾക്കാൻ തയ്യാറാവാതെ പുറംതിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. മനുഷ്യ സമൂഹത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ ഇതാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു മൂടി വന്ന് കിടക്കുകയാണ്, നീ എന്തിലേക്കാണോ ക്ഷണിക്കുന്നു അത് ഞങ്ങളുടെ മനസ്സിലേക്ക് കടക്കുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന്. ഏതാണെങ്കിലും ഈ ആയാത്തുകൾ പാരായണം ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ അവർ പുറംതിരിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ ആദ് സമൂദിനൊക്കെ പിടിപെട്ടതുപോലെ അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരും. സായിഖത്തൻ മിസ്ല സായിഖത്തി ആദിൽ വ സമൂദ്, ആദ് സമൂദ് എന്നാണ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് പിടിപെട്ടതുപോലെ അള്ളാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരും എന്ന് ഞാൻ നിങ്ങളെ താക്കീത് നൽകുന്നു എന്നാണ് ഈ ആയത്തുകളിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഉത്ബത്തിന്റെ മുന്നിൽ പ്രവാചകൻ ഇത് പാരായണം സുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉഹാ അലൈഹി, അങ്ങനെ ഈ സൂറത്ത് ഫുസ്സിലത്തിന്റെ തുടർന്നുള്ള ആയാത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്ത് പോയപ്പോൾ ഫലമ്മ സമിഅഹാ മിൻഹു ഉത്ബത്തു അൻസത ലഹു, ശ്രദ്ധിച്ച് കേട്ടു. ഉത്ബത്ത് പറയുന്നത് അറബികളാണ്, അവർക്കറിയും. വഅൽഖാ യദൈഹി ഖൽഫ ളഹരിഹി, അവൻ്റെ രണ്ട് കൈയും പിൻഭാഗത്തേക്ക് കുത്തിയിട്ട് അതിങ്ങനെ ചാരിയിട്ട് ശ്രദ്ധയോടെ കേട്ട് പ്രവാചകൻ പാരായണം ചെയ്യുന്നത്. അങ്ങനെ അതിൽ സജദന്റെ ആയത്തിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് പ്രവാചകൻ സുജൂദ് ചെയ്തു. തുമ്മ ഖാല ഖദ് സമിഅത യാ അബൽ വലീദ് മാ സമിഅത്, നീ കേൾക്കാനുള്ളത് കേട്ടോ എന്ന് ചോദിച്ചു. ഫഅൻത വദാക്, എനിക്ക് പറയാനുള്ളത് ഇതാണ്.
ആശയം സന്ദേശം ഇതാണ്, സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഓഫറും കാര്യങ്ങളും പൂർണ്ണമായിട്ട് തള്ളി എന്നുള്ളതാണ്. ഔ കമാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഉത്ബത്തു ഇലാ അസ്ഹാബി. അങ്ങനെ ഉത്ബത്ത് ഇത് കേട്ടതിൻ്റെ ശേഷം അവൻ്റെ അനുയായികൾ ഖുറൈശികൾ ഇരിക്കുന്ന സദസ്സിലേക്ക് പോയി. അപ്പോൾ ഖുറൈശികൾപ്പെട്ട ചിലർ മറ്റു ചിലരോട് പറഞ്ഞു, നഹലിഫു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ സത്യം ചെയ്യുന്നു, ലഖദ് ജാഅക്കും അബുൽ വലീദ് ബിഗൈരിൽ വജ്ഹി അല്ലദീ ദഹബ ഇലൈ, പോയ മുഖേറ്റല്ല അബുൽ വലീദ് തിരിച്ചു വരുന്നത് എന്തോ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫലമ്മ ജലസ ഇലൈഹിം ഖാലു, അങ്ങനെ അവരടുത്ത് ചെന്ന് ഇരുന്നു. ഉത്ബ ഇരുന്നപ്പോൾ അവർ ചോദിച്ചു, മാ വറാഅക യാ അബൽ വലി, എന്താണ് മറുപടി, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തേ കേട്ടു? ഖാല വറാഇ, എനിക്ക് പറയാനുള്ളത്, അന്നീ സമയത്തു ഖൗലൻ, ഞാൻ അവനിൽ നിന്നൊരു ഒരു വാക്ക് കേട്ടു, വല്ലാഹി മാ സമയത്തു മിസ്ലഹു ഖത്ത്, അങ്ങനത്തെ ഒരു വാക്കുകൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരാളും കേട്ടിട്ടില്ല. വല്ലാഹി മാ ഹുവ ബിശ്ശിഅരി വലാ ബിസ്സിഹ്ർ, അത് സത്യത്തിലൊരു കവിതയല്ല, അത് ഒരു മാരണത്തിൻ്റെ സിഹറിൻ്റെ ജാലവിദ്യക്കാരൻ്റെ വാക്കുകളുമല്ല. വലാ ബിൽ കിഹാന, ഒരു ജ്യോത്സ്യന്മാരുടെ മന്ത്രങ്ങളും വാക്കുകളുമല്ല. ഖുറൈശി സമൂഹമേ അത്വഊനി, എനിക്ക് നിങ്ങൾ വഴിപ്പടി, ഞാൻ പറഞ്ഞത് കേൾക്കി. വജഅലുഹാ ബിഹി, കാര്യം അത് എൻ്റെ കയ്യിൽ നിങ്ങൾ എന്നെ ഏൽപ്പിക്കി. വഖല്ലു ബൈന ഹാദർ റജുൽ വബൈന മാ ഹുവ ഫീഹി, നിങ്ങൾ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ ടെൻഷൻ എടുക്കാനോ എതിർക്കാനോ വിമർശിക്കാനോ പോകണ്ട, അവനെ ഒഴിവാക്കിക്കളി, അവനവൻ്റെ പാട്ടിന് വിട്ടളി എന്ന് നമ്മൾ പറയുന്നത് പോലെ അവനെ നിങ്ങൾ ഒഴിവാക്കിക്കോളി. ഫവല്ലാഹി, സത്യം ചെയ്ത് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാണില്ല, യകൂനന്ന ലി ഖൗലിഹി അല്ലദീ സമിഅതു മിൻഹു നബഉൻ അദീം, ഞാൻ അവൻ്റെ അടുത്ത് ഈ കേട്ട വചനങ്ങൾക്ക് മഹത്തായ ഒരു വിവരം, ഒരു സംഭവം അതിനുണ്ടാകാൻ പോകുന്നുണ്ട്, അതിനൊരു ഭാവിയുണ്ട്, അതിനൊരു വിജയമുണ്ട്, അതിൻ്റെ പിന്നിൽ വമ്പിച്ച ഒരു അനുഭവം നിങ്ങൾക്ക് പിന്നീട് കേൾക്കാനും കാണാനും കഴിയും എന്നർത്ഥത്തിൽ. ഫഇൻ തുസിബുഹു അൽ അറബ്, അവനിങ്ങനെ പോയി, നമ്മൾ ഖുറൈശികളെ അവനെ ഉപദ്രവിക്കാതെ വിട്ടിട്ട് മറ്റുള്ള അറബി ഗോത്രങ്ങൾ അവനെ ഉപദ്രവിച്ചു ആക്രമിച്ചു എന്ന് വെക്കുക. എന്നാൽ ഫഖദ് കഫൈതുമൂഹു ബിഗൈരിക്കും, മറ്റുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ബാധ്യത തീർന്നു, നമ്മളായിട്ടതൊന്നും ചെയ്യണ്ട, അവൻ്റെ പാട്ടിന് വിട്ടളിയും. വഇൻ യദ്ഹർ അലൽ അറബ്, ഇനി അറബികളുടെ മേലെ അവന് വിജയം നേടി എന്നുണ്ടെങ്കിൽ ഫമുൽക്കുഹു മുൽക്കുക്കും, അവന് അധികാരം കിട്ടൽ ഖുറൈശികളാണ് നമ്മളെല്ലാവരും, അവൻ്റെ നേതൃത്വം, അവൻ്റെ പേര്, അവൻ്റെ അംഗീകാരം അത് നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും അംഗീകാരമാണ്, മറ്റുള്ള അറബി ഗോത്രങ്ങളിൽ നമുക്കുമുള്ള അധികാരമാണ് എന്ന്. വഇസ്സുഹു ഇസ്സുക്കും, അവൻ്റെ പ്രതാപം അത് നമ്മുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രതാപമാണ്. വകുന്തും അസ്അദൻ നാസി ബിഹി, അവൻ വിജയിക്കുമ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിജയം നേട്ടം നിങ്ങൾക്കാണ് ഉണ്ടാവുക. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സഹറക വല്ലാഹി യാ അബൽ വലീദി ബിലിസാനിഹി, അവൻ്റെ നാവ് കൊണ്ട് നിങ്ങളെ അവൻ വശീകരിച്ചു കഴിഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ എതിർപ്പില്ല, ഇപ്പം അവൻ അനുകൂലമായുള്ള സംസാരമാണ്, അത് അവൻ്റെ വശീകരണമാണ് എന്ന്. ഖാല ഹാദാ റഈ ഫീഹി, ഉത്ബ പറഞ്ഞു, എനിക്ക് അവനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം ഇതാണ്. ഫസ്നഉ മാ ബദാലക്കും, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് അവനെക്കുറിച്ച് പറയാനുള്ള ഒരു ഉപദ്രവോ ആക്രമണമോ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവാതെ ഒഴിവാക്കാന്നുള്ളതാണ്. അവൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള വിജയമാണ്. മറ്റാരെങ്കിലും അവനെ ഉപദ്രവിച്ച് ആക്രമിച്ച് നശിപ്പിക്കുകയാണെങ്കിൽ അവനെ കൊണ്ടുള്ള ഉപദ്രവം നമുക്ക് തീർന്നു, നമുക്കതിൻ്റെ ബാധ്യതയില്ല താനും എന്ന്. മറ്റു ചില റിവായത്തുകളിൽ ഈ സംഭവം വന്നത്, ഉത്ബത്ത് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്യുന്ന വാക്കുകൾ കേട്ടു. അങ്ങനെ സൂറത്ത് ഫുസ്സിലത്തിൽ ഈ പറയുന്ന ആയത്ത് ഫഇൻ അറദു, അള്ളാഹുവിൻ്റെ ഈ വചനം, ഈ സന്ദേശം കേൾക്കാൻ തയ്യാറാവാതെ അവർ പുറംതിരിഞ്ഞു പോയാൽ ഫഖദ് അൻദർതുക്കും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ് എന്ന് പറയുന്ന സൂറത്ത് ഫുസ്സിലത്തുള്ള ആയത്തുണ്ട്. ആദ് സമൂദിന് പിടിപെട്ടതുപോലത്തെ ശിക്ഷ, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെയും പിടികൂടുമെന്ന് ഞാൻ ഖുറൈശികളെ നിങ്ങൾ താക്കീത് നൽകുന്നു എന്ന്. ആ ഭാഗം എത്തിയ സമയത്ത് ഉത്ബ പറഞ്ഞു, ഹസ്ബുക്ക്, മതി, ഇനി പാരായണം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് വളഅ യദഹു അലാ ഫമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്ബ അവൻ്റെ കയ്യിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ കൊണ്ടുപോയി വെച്ചിട്ട്, നീ പറയല്ലേ, നീ മുന്നോട്ട് പോകല്ലേ, പേടിച്ചു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ താക്കീത് വരുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു എന്ന്. വനാശദ ബിർറഹ്മി അൻ യകുഫ്, നമ്മളൊക്കെ കുടുംബക്കാരാണ്, ബന്ധങ്ങളാണ്, പരസ്പരം ചോരബന്ധമുള്ളവരാണ്, അതുകൊണ്ട് മേലാൽ ഈ ശിക്ഷക്കൊന്നും ദുആ ചെയ്യല്ലേ, നീ അതിനെക്കുറിച്ചും നമ്മളെ താക്കീത് പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ തുടർന്ന് പാരായണം ചെയ്യാൻ അയച്ചില്ല. വദാലിക മഖാഫത അൻ യഖഅ നദീർ, ഈ പറയുന്ന താക്കീത് ഖുറൈശികളിൽ വന്ന് ഭവിക്കോ എന്ന് ഭയപ്പെട്ടിട്ട്. അങ്ങനെ പിന്നെ അവൻ്റെ ജനങ്ങളടുത്തേക്ക് പോയിട്ട് അവരോട് പറഞ്ഞു, അവൻ ഒഴിവാക്കിക്കളി, നമ്മൾ അവർ ഉപദ്രവിക്കാൻ പോകണ്ട, മറ്റുള്ള ആദ്യം പറഞ്ഞ വാക്കുകൾ പറഞ്ഞു. അങ്ങനെയും ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്.
ഏതാണെങ്കിലും ഇതിപ്പോൾ ഉത്ബ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളാണ്. അപ്പോൾ ഖുറൈശികൾ ആ ഒരൊറ്റ തീരുമാനത്തിൽ അതിലൊരു അവസാന തീരുമാനം എടുക്കാതെ നമ്മൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് പ്രമുഖരായ ആളുകളെ തിരഞ്ഞെടുത്തിട്ട് പോയിട്ട് അവനോട് ഒന്നുകൂടി ചർച്ച ചെയ്ത് നോക്കുക. ഉത്ബന്റെ ഒരു വാക്ക് മാത്രം അത് നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്ത് കാര്യം ഇവിടെ അവസാനിപ്പിക്കണ്ട എന്നുള്ളതാണ്. വകാന റജാഉ ഖുറൈശിൻ ലം യൻഖതി ബിമാ അജാബ ബിഹി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബത അല ഖിറാഹാതിഹി. ഉത്ബ പ്രവാചകന്റെ മുന്നിൽ വെച്ച ഓഫറുകൾ, അതിൽ പ്രവാചകൻ കൊടുത്ത ആ മറുപടി, അത് മാത്രം ഒരു അവസാന തീരുമാനത്തിൽ എത്തണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ് ഖുറൈശികൾ പിന്നീട് എത്തുന്നത്. ലിഅന്നഹു ലം യകുൻ സ്വരീഹൻ ഫിർ റഫ്ളി അവിൽ ഖബൂൽ. പ്രവാചകന്റെ മുന്നിൽ അവർ വച്ച പ്രലോഭനങ്ങൾ, മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ, അത് എനിക്ക് വേണ്ടാന്നും പ്രവാചകൻ പറഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഉത്ബന്റെ ഈ സംഭാഷണത്തിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്ത് കൊടുത്ത് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല. ഉത്ബ പോയ അതേപോലെ തിരിച്ചു വന്നും ചെയ്തു. പിന്നീട് അവരോടൊന്നും ചർച്ചയ്ക്ക് പോകണ്ട, ഉപദ്രവിക്കണ്ട എന്നുള്ളൊരു മാനസികമായ മാറ്റത്തോടുകൂടെ വന്നതാണ്. അപ്പോൾ രണ്ടാമതൊന്നുകൂടി നമുക്ക് ഒരു ആധികാരികമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് അവൻ്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുക എന്നുള്ളത്. എന്നാൽ വ്യക്തമായൊരു മറുപടി അതിന് ലഭിക്കും ചെയ്യും എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് അവരിൽപ്പെട്ട കുറച്ച് പ്രമുഖരായ ആളുകളെ കൂട്ടിയിട്ട് രണ്ടാമത് അവർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു എന്നുള്ളത്. വകഅന്നഹും വന്നു അന്നഹു ലം യസിഖ് ബിജിദ്ദിയത്തി ഹാദൽ അർദ് ഹീന അറള ഉത്ബത്തു വഹദ. ഉത്ബ മാത്രം ചെന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ പ്രവാചകന് അതിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ടാകൂല. എല്ലാവരും തീരുമാനം എടുക്കുമോ, പറഞ്ഞത് അവർ പാലിക്കുമോ, അവരെ കൊണ്ട് കഴിയുമോ, ഇത് ഉത്ബന്റെ മാത്രം അഭിപ്രായമാണോ എന്നുള്ളത്. അപ്പം എല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ട് 2-3 ആളുകൾ പോയി പ്രവാചകനോട് പറഞ്ഞാൽ അതിന് കിട്ടുന്ന മറുപടിക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പിന്നീട് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇതേ ഓഫറുകളുമായി പ്രവാചകന്റെ അടുത്തേക്ക് അവർ രണ്ടാമത് പോവുകയാണ്. അങ്ങനെ പോയി വീണ്ടും അവർ സംസാരിച്ചു. ആ സംസാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇതുപോലത്തെ മറുപടികളാണ് കൊടുത്തത്. ഇതുപോലത്തെ മറുപടികൾ കൊടുത്തു. അപ്പോൾ പിന്നെ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് അവർ മറ്റു ചില കാര്യങ്ങൾ ഖുർആനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാൻ നീ പറയുന്നത് സത്യമാണ് എന്ന് തെളിവായിട്ട് നിന്റെ കൂടെ പർവ്വതങ്ങളെ ഒന്ന് സഞ്ചരിപ്പിച്ച് കാണിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നിനക്ക് ഈ പറയുന്ന മക്കയിൽ പ്രത്യേകിച്ച് മലമ്പ്രദേശമാണ്, വെള്ളക്ഷാമമുള്ള പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ നദികളും സസ്യങ്ങളും പച്ചപ്പുകളും ഉണ്ടാക്കിക്കൊണ്ട് ഒരു സുഭിക്ഷത ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനത്തെ പല ജാതി വെല്ലുവിളികൾ അവർ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ മറുപടിയായിക്കൊണ്ട് പറഞ്ഞതും സംഭവങ്ങളും ഉണ്ട്. ചുരുങ്ങിയ നിലയ്ക്ക് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അത് പറഞ്ഞു. പിന്നെ അവസാനത്തിൽ വലമ്മ ഫശലത്ത് ഖുറൈശു ഫീ മുഫാവളാതിഹിം അൽ മബനിയത്തി അൽ ഇഗ്റാഇ വത്തർഗീബ്, ഈ പറയുന്ന പ്രലോഭനങ്ങളും ഈ പറയുന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളും അതിലൊക്കെ ഖുറൈശികൾ പരാജയപ്പെട്ടപ്പോൾ, അതിൻ്റെ മുമ്പ് അവരുടെ ഭീഷണികളും കാര്യങ്ങളും അതിലും അവർ പരാജയപ്പെട്ട സമയത്ത് അവർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നീ വിമർശിക്കുന്നത് നീ നിർത്തുക, നിന്റെ ആദർശത്തിനും കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കുന്നത് നീയും അത് നിർത്തുക എന്ന് പറയുന്ന ചില റിവായത്തുകളുണ്ട്. 1 വർഷം ഞങ്ങളുടെ ഇലാഹുകളെ നീ ആരാധിക്കുക, 1 വർഷം നീ പറയുന്ന കൃത്യമായ ആരാധനയും കാര്യങ്ങളും ഞങ്ങൾ നിർവഹിക്കുക. അപ്പോൾ അതിൻ്റെ മറുപടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബ്ദൂൻ എന്ന് പറയുന്ന സൂറത്ത് എന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹദീസിൻ്റെ പിൻബലങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന ആ സൂറത്തിൻ്റെ സബബുൻ നുസൂൽ, അത് ഇറങ്ങാൻ ഇതാണ് കാരണമെന്ന് സഹിഹായ സനദുകളിൽ കൂടെ വന്നത് കാണുന്നില്ല എന്നുള്ളത്. പിന്നീട് അവസാനം അവർ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മദീനയിലുണ്ടായിരുന്ന യഹൂദികളായ ആളുകൾ അവർക്ക് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് നോക്കി ഈ പറയുന്ന മുഹമ്മദ് യഥാർത്ഥ ഒരു പ്രവാചകനാണോ, ഇവൻ്റെ വാദങ്ങൾ ശരിയാണോ, അള്ളാഹുവിൻ്റെ റസൂലാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം എന്നുള്ളത്. അങ്ങനെ ഖുറൈശികളായ ആളുകൾ, കുറച്ച് ആളുകൾ മദീനയിലേക്ക് യഹൂദികളായ ആളുകളുടെ അടുത്തേക്ക് അവർ പോകുകയാണ്. അതിനവർ തെരഞ്ഞെടുത്ത ആള് നളർ ഇബ്നുൽ ഹാരിസാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. അതല്ല മറ്റ് ഏതോ 1-2 ആളുകളെ പേരുകളുമുണ്ട് ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ. ഏതാണെങ്കിലും ഈ മനുഷ്യൻ നളർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ ഖുറൈശിയോട് പറഞ്ഞു, വല്ലാഹി ലഖദ് നസല ബിക്കും അംറുൻ മാ അതൈതും ലഹു ബിഹീലത്തിൻ ബഅദു, ഈ മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്,
ഇതുവരെ അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളുടെ കൂട്ടിൽ ഗുലാമൻ ഹദസൻ അർലാക്കും ഫീക്കും, നിങ്ങളിൽ ഏറ്റവും വിശ്വസ്തനും എല്ലാവർക്കും തൃപ്തിപ്പെട്ട നല്ല ഒരു യുവാവായിരുന്നു, സത്യം പറയുന്ന ആളായിരുന്നു, വിശ്വസ്തനായിരുന്നു. അങ്ങനെ പിന്നീട് അവന് കുറച്ചൊക്കെ പ്രായം കാര്യക്കായി 10-40 വയസ്സായതിന് ശേഷമാണ് നുബുവത്ത് കിട്ടുന്നത്. അവൻ്റെ തലയിൽ ചില ഭാഗങ്ങളിലൊക്കെ നര പിടിപെട്ടു, ചുരുങ്ങിയ നിരക്ക്. അപ്പോഴാണ് ഈ പുതിയ വാദവുമായി വന്നത്. നിങ്ങൾ പറഞ്ഞു ഒരിക്കൽ അവൻ സാഹിറാണ് എന്ന് പറഞ്ഞു, അതല്ല അവനൊരു ഷായിറാണ് എന്ന് പറഞ്ഞു, അവനൊരു ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അതൊന്നുമല്ല താനും. അതുകൊണ്ട് നമുക്കൊരു പരിഹാരം ചെയ്യാം. അവൻ്റെ ഈ അഭിപ്രായങ്ങൾ അവൻ പറയുന്നത് സത്യമാണോ ശരിയാണോ എന്നുള്ളത് മദീനയിലുള്ള ജൂതന്മാരായ ആളുകൾ, അവർക്ക് വിവരവും പഠിപ്പും അറിവുമുള്ള ആളുകളാണ്, കഴിഞ്ഞു പോയ പ്രവാചകന്മാരെന്നുള്ള വിവരങ്ങളുള്ളവരാണ്, ഗ്രന്ഥമുള്ളവരാണ്. അവരോട് പോയിട്ട് കാര്യങ്ങളൊന്ന് ചോദിക്കുക, സത്യാവസ്ഥ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുക എന്നുള്ളത്. നളർ ബിനുൽ ഹാരിസിൻ്റെ ഈ അഭിപ്രായം മറ്റുള്ള ഖുറൈശികളായ ആളുകളും അത് സ്വീകരിക്കുകയും അങ്ങനെ മദീനയിലേക്ക് അവർ പോവുകയാണ്. മദീനക്കാരായ യഹൂദികൾ പറയാണ് ഇവൻ നബിയാണ്, മുർസലാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാം. അല്ല, അവർ പറയാണ് ഇവൻ കള്ളനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന കുറച്ച് ആളുകൾ നളർ ബിനുൽ ഹാരിസിൻ്റെ നേതൃത്വത്തിൽ മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്തേക്ക് അവർ പോവുകയാണ്. അങ്ങനെ അവർ ചെന്നതിൻ്റെ ശേഷം ഫലമ്മ ഖദിമ മക്ക ജിനാക്കും, അങ്ങനെ മദീനയിൽ യഹൂദികളുടെ അടുത്ത് ഇവർ ചെന്ന സമയത്ത് ആ യഹൂദികൾ ഇവരോട് പറഞ്ഞു അവൻ നബിയാണോ അല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കുക. 3 കാര്യങ്ങൾ. അവൻ അതിന് കൃത്യമായിട്ട് വിവരം നൽകുന്നു എന്നുണ്ടെങ്കിൽ അവൻ നബിയാണ്, റസൂലാണ്. അതല്ല അവനത് പറയാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ അവൻ കള്ളനാണ് എന്നുള്ള ഒരു മറുപടിയാണ് അവർ കൊടുത്തത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം അവനോട് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്, കഴിഞ്ഞു പോയ സമുദായങ്ങളിൽ കുറച്ച് യുവാക്കളെക്കുറിച്ചുള്ളൊരു ചരിത്രം പ്രവാചകന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ ആളുകൾ ശിർക്കിലും കുഫ്റിലുമായപ്പോൾ കുറച്ച് യുവാക്കളായ ആളുകൾ മല കയറിയിട്ട് ഒരു മാളത്തിൽ പോയി അഭയം തേടിയ ഒരു ചരിത്രം ഞങ്ങളുടെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അവനോടൊന്ന് ചോദിച്ചു നോക്കി എന്ന്. മറ്റൊരു കാര്യം ലോകത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും മുഴുവനും സഞ്ചരിച്ച ഒരു ഭരണാധികാരിയെക്കുറിച്ച് ഞങ്ങളുടെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദുൽഖർനൈനി എന്ന് പറയുന്ന സൂറത്തുൽ കഹ്ഫിലുള്ള രാജാവിനെക്കുറിച്ചാണ്. ആ മനുഷ്യനെക്കുറിച്ചും ചോദിച്ചു നോക്കി. അതേപോലെ തന്നെ റൂഹ് എന്താണ് എന്നുള്ളത്, നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള റൂഹ് എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണ് സാധനം, അതിനെക്കുറിച്ചും ഒന്ന് ചോദിച്ചു നോക്കി. അവൻ അതിന് മറുപടി പറയുകയാണ്, ഈ കാര്യങ്ങൾക്ക് മറുപടി പറയുകയാണെങ്കിൽ അവൻ യഥാർത്ഥ പ്രവാചകനാണ്, അല്ലെങ്കിൽ അവൻ കള്ളനാണ് എന്ന്. നളർ ബിനുൽ ഹാരിസും അവൻ്റെ കൂടെ പോയ ആളുകൾ മക്കയിലേക്ക് വന്നതിൻ്റെ ശേഷം അവൻ പറഞ്ഞു, ഞാൻ വ്യക്തമായൊരു മറുപടിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യഹൂദികൾ ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഖുറൈശികൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഈ യുവാക്കളെക്കുറിച്ച്, അതേപോലെ തന്നെ ലോകം മുഴുവൻ സഞ്ചരിച്ച രാജാവിനെക്കുറിച്ചും റൂഹിനെക്കുറിച്ചും ചോദിച്ചു. അപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ ശേഷം ആ ചോദിക്കുന്ന സമയത്ത് പ്രവാചകൻ അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തിൻ്റെ ശേഷം സൂറത്തുൽ കഹ്ഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുക്കുകയും ഈ പറയുന്ന അതിലുള്ള യുവാക്കളെക്കുറിച്ച് അസ്ഹാബുൽ കഹ്ഫിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ദുൽഖർനൈനി രാജാവിനെക്കുറിച്ചും അതിൽ വന്ന ആ ആയാത്തുകളിൽ വന്ന കാര്യങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് പറഞ്ഞു കൊടുത്തു. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, വയസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. റൂഹ് എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് കൃത്യമായി നിർവചിക്കാൻ എനിക്കത് വിവരം നൽകപ്പെട്ടിട്ടില്ല, അത് അള്ളാഹുവിനെ അറിയുള്ളൂ എന്നുള്ളതും പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് കാര്യം ബോധ്യമായി, ഇദ്ദേഹം സത്യത്തിൻ്റെ ആളാണ്, കാര്യം കൃത്യമാണ്. കാരണം വിവരം പഠിപ്പുമുള്ള യഹൂദികളായ ആളുകൾ അത് ഇവർക്ക് പറഞ്ഞു കൊടുത്തു, അവരിൽ നിന്ന് എൽമ തേടി എന്നുള്ളത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മക്കയിലുണ്ടായിരുന്ന ആ ഖുറൈശികൾ മുശ്രിക്കീങ്ങളുടെ ആ ഒരു മാന്യത പോലെ ഇന്ന് പല മുസ്ലിമീങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർക്ക് അറിയാത്തൊരു കാര്യത്തിൽ കൃത്യമായൊരു വിവരം കിട്ടാൻ അന്ന് അറിവും പഠിപ്പും വിവരമുണ്ട് എന്നവർ മനസ്സിലാക്കിയ, അപ്പോൾ തൗറാത്ത് ഇൻജീൽ പോലത്തെ ഗ്രന്ഥങ്ങളുടെ അനുയായികളാണ് എന്ന് മനസ്സിലാക്കിയ ആ ജൂതന്മാരെ സമീപിച്ചിട്ട് അതിലൊരു കൃത്യതയും വ്യക്തതയും വരുത്തി എന്നുള്ളതാണ്. ഇന്ന് ദീനിൻ്റെ പല കാര്യങ്ങളും ആളുകൾ അറിവുള്ള ആളുകളോട് കൃത്യമായി ചോദിച്ച് ഒരു നിലപാടെടുക്കാൻ പലപ്പോഴും പല ആളുകളും തയ്യാറാകുന്നില്ല. ഒരു പക്ഷേ ചില ആളുകളെ ലജ്ജയായിരിക്കും അതിന് പ്രേരിപ്പിക്കുന്നത്, മറ്റു ചില ആളുകളുടെ അഹങ്കാരവും തലക്കനവും തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി നിന്നാണ് എന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു വാക്ക്, ലജ്ജയുള്ള വ്യക്തികളും അഹങ്കരിക്കുന്ന ആളുകൾക്കും ഇൽമ് ലഭിക്കുകയുമില്ല. ഇൽമ് ലഭിക്കുകയുമില്ല. മനുഷ്യന് ഒന്നിരിക്കൽ ലജ്ജ, ഞാനതൊക്കെ ഇങ്ങനെ ചോദിക്കുക, അതല്ലെങ്കിൽ അഹങ്കാരവും തലക്കനവും, അവരുടെ മുന്നിൽ ആ സദസ്സിലൊന്നും പോയിരിക്കാൻ മാത്രമൊന്നുമല്ല ഞാൻ എന്നുള്ള കിബർ ഒരു മനുഷ്യനെ പിടികൂടിയാൽ അവർക്കും ഇൽമ് ലഭിക്കുകയില്ല. ഏതാണെങ്കിലും ഹാദിഹി നുബദത്തുൻ ഖഫീഫത്തുൻ മിമ്മാ വാജഹ ബിഹിൽ മുശ്രികൂൻ ദഅവത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് മുശ്രിക്കീങ്ങൾ നേരിട്ടതിനെക്കുറിച്ചുള്ള വളരെ ലളിതമായ വിവരണങ്ങളാണ് ഇത്രയും പേജുകളിൽ കൂടെ ഷെയ്ഖ് റഹിമഹുല്ല എഴുതി രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ വായിച്ചു കേട്ടത്. വഖദ് മാറസു കുല്ല ദാലിക ജംബൻ ഇലാ ജം, ഒന്നിന് പിറകെ മറ്റൊന്നായിക്കൊണ്ട് പല ജാതി മാർഗങ്ങൾ ഖുറൈശികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്തിനെ തടയാൻ വേണ്ടി ഉപയോഗിച്ചു. മുൻതഖിലീന മിൻ തൗരിൻ ഇലാ തൗർ, ഓരോ ഘട്ടങ്ങളിൽ നിന്ന് മറ്റൊരു ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ട്, വമിൻ ദൗരിൻ ഇലാ ദൗർ, ഓരോരോ മേഖല ഓരോന്നവർ പരീക്ഷിച്ചു നോക്കി. ഫമിൻ ഷിദ്ദത്തിൻ ഇലാ ലീൻ, ചില സമയത്ത് കാർക്കശ്യം സ്വഭാവങ്ങൾ അവർ സ്വീകരിച്ചു, ചില സമയത്ത് മയം അവർ പെരുമാറി ഉപയോഗപ്പെടുത്തി, ചില സമയത്ത് മയത്തിൽ നിന്നിട്ട് അവർ വീണ്ടും കാർക്കശ്യമായ നിലപാടിലേക്ക് നീങ്ങി, ചില സമയത്ത് തർക്കങ്ങളിലേക്ക് നീങ്ങി, ചില സമയത്ത് അവർ സമാധാന കരാറിലേക്കും അഭിപ്രായങ്ങളിലേക്കും അവർ നീങ്ങി. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. വർഷങ്ങൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദഅവത്തിനെ തകർക്കാൻ വേണ്ടി പലതും അവർ ചെയ്തു നോക്കി. പക്ഷേ അവർക്ക് വ്യക്തമായി ഒരു പരിഹാരമോ പ്രവാചകനെ ഈ ദഅവത്തിനെ തടയാൻ അവർക്ക് സാധിക്കുകയോ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നതിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിയുകയോ ചെയ്യാതെ വന്നു. അങ്ങനെ പിന്നെ അവർ അബൂ താലിബിൻ്റെ അടുത്തേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിലുള്ള കുറച്ചുകൂടി ശത്രുത കൂടുതലുള്ള മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടു കൊല്ലാൻ വേണ്ടി. ثم رأى في تحركاتهم وتصرفاتهم ما يؤكد أنهم يريدون قتله وإخفار ذمته. അബൂ താലിബിന് മനസ്സിലായി ഇവർ അവസരം കിട്ടിയാൽ പ്രവാചകനെ വധിക്കും, ആ പ്രവാചകനെ കൊന്ന് അതിൻ്റെ നഷ്ടങ്ങൾ അവരെല്ലാവരും ഏറ്റെടുത്തിട്ട് കുടുംബത്തിന് അത് പകരം നൽകാൻ തയ്യാറാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഖുറൈശികൾ. മിസ്ല മാ ഫഅലഹു ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്, അബൂജഹലൊക്കെ മുമ്പ് പ്രവാചകനെ ഉപദ്രവിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയത് നമ്മൾ പറഞ്ഞു നിസ്കരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അബൂ താലിബ് ബനു ഹാഷിം ബനുൽ മുത്തലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിൻ്റെ തലവൻ, കാരണവർ അബൂ താലിബായിരുന്നു. വദഅഹും ഇലൽ ഖിയാമി ബിഹിഫ്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അതിലേക്ക് പ്രേരിപ്പിച്ചു. അപ്പോൾ ഫഅജാബൂഹു ഇലാ ദാലിക കുല്ലുഹും മുസ്ലിമുഹും വകാഫിറുഹും. ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബക്കാർ, ദീനിനോടുള്ള ഇഷ്ടം മാത്രമല്ല ഈ പറയുന്ന കുടുംബ പാരമ്പര്യത്തിലുള്ള അതിൻ്റെ പേരിൽ അവരെല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മുസ്ലിമീങ്ങളും അതിൽപ്പെട്ട കുഫാറുകളും അവർ തയ്യാറായി. അബൂ താലിബിൻ്റെ കൽപ്പന അനുസരിച്ച് കാരണവരായ കുടുംബനാഥനായ അബൂ താലിബിൻ്റെ ആ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം അവർ സ്വീകരിച്ചുകൊണ്ട് ഹമിയത്തല്ലിൽ ജിവാരിൽ അറബിയ, അറബികൾ അവരുടെ കുടുംബപരമായ പാരമ്പര്യം ആ ഒരു പറയുന്ന സംരക്ഷണം വലിയ പ്രധാനത്തോടുകൂടെ കാണുന്നവരായിരുന്നു അറബികൾ. വതആഖദു വതആഹദു അലൈഹി ഇൻദൽ കഅബ, കഅബ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് അവർ അതിൻ്റെ മേൽ കരാറും അതേപോലെ തന്നെ അതിൻ്റെ മേൽ അവർ ഈ പറയുന്ന കരാറുകളും ഉടമ്പടികളൊക്കെ നടത്തി. ഇല്ലാ മാ കാന മിൻ അഖീഹി അബീ ലഹബിൻ, അബൂ ലഹബ് പറഞ്ഞു ഞാൻ ഖുറൈശികളെ കൂടെയാണ്, ഞാൻ നിങ്ങളെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയും ചെയ്യും. വേറെയുള്ള ബനു ഹാഷിം ബനുൽ മുത്തലിബിൽപ്പെട്ട മുസ്ലിമീങ്ങളും കുഫാറുകളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിൽ ഞങ്ങളോട് കരാർ ചെയ്യുന്നു, ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞു അബൂ താലിബിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്. പിന്നെ അബൂ താലിബ് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് ഉപദ്രവിക്കാൻ വധിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കൂല എന്ന് കൃത്യമായി നിലപാടെടുത്തപ്പോൾ മുശ്രിക്കീങ്ങൾ പിന്നീട് സ്വീകരിച്ച ഒരു മാർഗം ഊരുവിലക്ക് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പ്രവാചകനോടും ആ കുടുംബത്തിനോടും ഊരുവിലക്ക് പ്രഖ്യാപിക്കാൻ നമ്മളെ നാടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയം ഊരുവിലക്ക് പ്രഖ്യാപിക്കുക എന്നുള്ളത്. സാദത്ത് ഹൈറത്തുൽ മുശ്രിക്കീൻ ഇത് നഫദത്ത് ബിഹിം അൽ ഹിയൽ, മുശ്രിക്കീങ്ങൾക്ക് പ്രവാചകനെ തടുക്കാനും എതിർക്കാനുമുള്ള കൗശലങ്ങൾ മുഴുവനും അത് നശിച്ചപ്പോൾ അവരുടെ പരിഭ്രമം അത് കൂടി വന്നു. വവജദു ബനി ഹാഷിമിൻ വബനിൽ മുത്തലിബി മുസമ്മിമീന അലാ ഹിഫ്ളി നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളും കുഫാറുകൾ അടക്കമുള്ളവർ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏക അഭിപ്രായക്കാരാണ്, അതിലവർ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് ഖുറൈശികൾ കാണും ചെയ്തു. വൽ ഖിയാമിദൂന, പ്രവാചകൻ ഒരിക്കലും വിട്ടുകൊടുക്കൂലാന്ന്, കായിനം മാക്കാൻ, എന്തു തന്നെ വന്നാലും. അപ്പോൾ ഫജ്തമഉ ഫി ഖൈഫി ബനി കിനാന,
ഖൈഫ് ബനി കിനാന എന്ന് പറയുന്ന അവിടെ വെച്ചിട്ട് ഖുറൈശികൾ അവർ യോഗം ചേർന്ന് ഒരുമിച്ച് കൂടി. മിൻ വാദിൽ മുഹസ്സബ്, വാദിൽ മുഹസ്സബ് എന്ന മക്കയിൽ അറിയപ്പെട്ട സ്ഥലമാണ്. അവിടെയുള്ള ഒരു ഭവനത്തിൽ വെച്ചിട്ട് അവർ ഒരുമിച്ച് കൂടുകയാണ്. ഫതഹാലഫു അല ബനി ഹാഷിമിൻ വ ബനിൽ മുത്തലിബ്, ബനു ഹാഷിം ബനിൽ മുത്തലിബ് കുടുംബത്തിൻ്റെ മേൽ അവർ ഊരുവിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഏകമായൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഖുറൈശികൾ എല്ലാവരും ഒരു തീരുമാനമെടുത്തു. ഈ ഖൈഫ് ബനി കിനാന എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി മക്കയിൽ വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരുന്നു, ഇൻഷാ അള്ളാഹ് നാളെ നമ്മൾ മക്കയിൽ ചെന്നാൽ ഖൈഫ് ബനി കിനാനയിലാണ് നമ്മൾ താമസിക്കുക. എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഒറ്റപ്പെടുത്താൻ വേണ്ടി കുഫാറുകൾ ഒത്തൊരുമിച്ചുകൊണ്ട് യോഗം ചേർന്ന ആ സ്ഥലത്താണ് ഇസ്ലാമിൻ്റെ ഈ വമ്പിച്ച സൈന്യം നാളെ അള്ളാഹുവിൻ്റെ കാബ ഷരീഫിൻ്റെ അവിടെ പോയി മഹത്തായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് താമസിക്കുക എന്ന് പറയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അതങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഖുറൈശികൾ അവരെടുത്ത തീരുമാനം അല്ലാ യുനാക്കിഹൂഹും, ബനു ഹാഷിം ബനുൽ മുത്തലിമുമായിട്ട് വിവാഹബന്ധം നടത്താൻ പാടില്ല. വലാ യുബായിഉഹും, അവരോടുമായി ഇടപാട് വാങ്ങലോ കൊടുക്കലോ നടത്താൻ പാടില്ല. വലാ യുജാലിസുഹും, അവരോട് കൂടെ ഇരിക്കാൻ പാടില്ല. വലാ യുഖാലിത്തുഹും, അവരുമായി ഇടകലർന്ന് എവിടെയും ഉണ്ടാവാനും പാടില്ല. ഈ പൂർണ്ണമായിട്ടും അവരെ ഒറ്റപ്പെടുത്തണം. വലാ യദ്ഖുലൂ ബുയൂതഹും, അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല. വലാ യുകല്ലിമുഹും, എവിടെയും വെച്ച് അവരെ കണ്ടാൽ സംസാരിക്കാനും പാടില്ല. കാബ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് ഈ പറയുന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുത്തു. ഹത്താ യുസല്ലിമു ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽ ഖത്ൽ, കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടി പ്രവാചകനെ ഖുറൈശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്ത കാലത്തോളം അവരുമായി പൂർണ്ണമായ ഈ ഊരുവിലക്ക് നമ്മൾ നടപ്പാക്കണം എന്ന്. വകതബു ബിദാലിക സഹീഫത്തൻ, അവർ അതിൽ രേഖകൾ എഴുതിയുണ്ടാക്കി. ഫീഹ ഉഹൂദുൻ വ മവാസിഖു, അതിൽ കരാറുകളും ഉടമ്പടികളുമൊക്കെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ട്. വ അല്ലാ യഖ്ബലു മിൻ ബനി ഹാഷിമിൻ സുൽഹൻ അബദൻ, ഇതിന് വിരുദ്ധമായി ബനു ഹാഷിമിൽ നിന്ന് ഒരു ഒത്തുതീർപ്പും അവർ സ്വീകരിക്കാൻ പാടില്ല, സത്യസംഭാഷണം സ്വീകരിക്കാൻ പാടില്ല. വലാ തഅഖുദുഹും ബിഹിം റഅഫത്തുൻ ഹത്താ യുസല്ലിമുഹുൽ ഖത്ൽ, പ്രവാചകനെ ഏൽപ്പിച്ചു കൊടുക്കാത്ത കാലത്തുള്ള ഒരു ദയയും ബനു ഹാഷിമിൻ്റെ കാര്യത്തിൽ ആർക്കും ഉണ്ടാവാനും പാടില്ല. ഒരു ദയം കാണിക്കാൻ പാടില്ല. അവർക്ക് പ്രയാസം വരും, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കുറവുണ്ടാകും, അവർക്ക് കഷ്ടപ്പാടുണ്ടാകും. അതിലൊന്നും ഒരു ദയം ആരും സ്വീകരിക്കാനും പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയാണ്, യുഖാലു കതബഹ മൻസൂർ ഇബ്നു ഇക്രിമത്ത് ഇബ്നു ആമിർ ഇബ്നു ഹാഷിം എന്ന് പറയുന്ന ആ വ്യക്തി, ആ മുശ്രിക്കായ കാഫിറായ മനുഷ്യനാണ് ആ രേഖ എഴുതിയത്. അങ്ങനെ ചില റിപ്പോർട്ടുകളുണ്ട്. അതല്ല നളർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. മറ്റൊരഭിപ്രായം അന്നഹു ബഗീൽ ഇബ്നു ആമിർ ഇബ്നു ഹാഷിം എന്നാണ്. ബഗീൽ ഇബ്നു ആമിർ ഇബ്നു ഹാഷിം എന്നാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. ആ എഴുത്ത് എഴുതിയത് ആ മനുഷ്യൻ്റെ കൈ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅ അലൈഹി ഫശുല്ലത് യദുഹു, പ്രവാചകൻ ആ മനുഷ്യന് കേടായിട്ട് ദുആ ചെയ്ത് അവൻ്റെ കൈ കുഴഞ്ഞു പോയി എന്നുള്ളത് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫശുല്ലത് യദുഹു, ആ മനുഷ്യൻ്റെ കൈ കുഴഞ്ഞു പോയി. തമ്മ ഹാദൽ മീസാഖു, ഈ പറയുന്ന കരാർ അത് എഴുതി പൂർത്തിയായി. വഉല്ലിഖത്തി സ്വഹീഫത്തു ഫി ജൗഫിൽ കാബ, കാബ ഷരീഫിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഇതിനെ കെട്ടിബന്ധിച്ച് സംരക്ഷിച്ച് വെക്കപ്പെട്ടു. ആരും കയ്യിലല്ല. അത്ര ബഹുമാനാദരവുള്ള സ്ഥലത്ത് ഇത്ര ദുൽമിൻ്റെയും അക്രമത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ആ കരാറിൻ്റെ രേഖകൾ അവിടെ കൊണ്ടുപോയി ബന്ധിപ്പിക്കപ്പെടുകയാണ്. ഫൻഹാസ ബനു ഹാഷിമിൻ വ ബനുൽ മുത്തലിബി മുഅ്മിനുഹും വ കാഫിറുഹും, അങ്ങനെ ബനു ഹാഷിം ബനു മുത്തലിബിലെ കുടുംബങ്ങൾ മുഴുവനും, അവരുള്ള സ്ത്രീകളും പുരുഷന്മാരും വലിയവരും കുട്ടികളും മുഅ്മിനീങ്ങളും കാഫിറുകളൊക്കെ അവർ മുഴുവനും ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് നീങ്ങേണ്ടി വന്നു. സമൂഹത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല, ആരും ഉണ്ടാകാനില്ല, പറയാനില്ല, സഹകരിക്കാനില്ല. അബൂലഹബ് മാത്രം ഖുറൈശികളുടെ കൂടെയുണ്ട്. വദാലിക ഫീമാ യുഖാലു ലൈലത ഹിലാലിൽ മുഹറമി സനത 70 മിനൽ ബിഅസ, പ്രവാചകന് നുബുവത്ത് കിട്ടി 7ാമത്തെ വർഷത്തിൻ്റെ രാത്രി മുതലാണ് ഇത് ആരംഭിക്കുന്നത്. സലാസത്തു അഅ്വാമിൻ ഫീ ഷഅബി അബി ത്വാലിബ്, ഷഅബ് അബി ത്വാലിബ് എന്ന പ്രസിദ്ധമായി ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും അറിയപ്പെട്ട സംഭവമാണിത്. ആ 3 വർഷത്തോളം അവർ ഈ പറയുന്ന ഊരുവിലക്കിൽ അവിടെ കഴിച്ചുകൂട്ടി എന്നുള്ളത്. വഷ്തദ്ദൽ ഹിസാറു, ഉപരോധം അത് കഠിനമായി ഇവർക്ക്. വഖുതിഅത് അൻഹുൽ മീറത്തു വൽ മാദ്ദ, സമ്പത്തും ഭക്ഷണ സാധനങ്ങളും അതേപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങൾ മുഴുവനും അവരിൽ നിന്ന് മുറിക്കപ്പെട്ടു. ഫലം യക്കുനിൽ മുശ്രിക്കൂന യത്റുക്കൂന തആമൻ യദ്ഖുലു മക്ക, മക്കയിലേക്ക് കച്ചവട സംഘങ്ങൾ ഭക്ഷണവും വിഭവങ്ങളുമായിട്ട് മക്കയിലേക്ക് വരുന്ന മുശ്രിക്കീങ്ങൾ, കച്ചവടത്തിന് വരുന്ന ആളുകളെ മുശ്രിക്കീങ്ങൾ ഒഴിവാക്കുമായിരുന്നില്ല. വലാ ബൈഅൻ ഇല്ലാ ബാദറുഹു ഫശ്തറു, ഏറ്റവും ആദ്യം മുശ്രിക്കീങ്ങൾ പോയിട്ട് അതൊക്കെ വാങ്ങി തീർക്കും, എന്നിട്ടത് അവർ ഇവർക്ക് നൽകാതെ. ഹത്താ ബലഗഹുമുൽ ജഹദ്, അങ്ങനെ ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബത്തിന് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടു.
വൽതജഉ ഇലാ അക്ലിൽ ഔറാഖി വൽ ജുലൂദ്, മരങ്ങളുടെ ഇലകളും അതേമാതിരി അറുത്ത് ഒഴിവാക്കപ്പെട്ട മൃഗങ്ങളുടെ തൊലികളൊക്കെ അവർ കഴിക്കേണ്ടുന്ന പ്രയാസകരമായ അവസ്ഥ വന്നു. വഹത്താ കാന യുസ്മഅ മിൻ വറാഇ ശഅബി അസ്വാതു നിസാഇഹിം വസുബിയാനിഹിം, ഈ ബനു ഹാഷിം ബനു മുത്തലിബിന്റെ സ്ത്രീകളും കുട്ടികളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ശബ്ദിച്ച് കരയുന്ന ആ ശബ്ദങ്ങൾ, ആ കരച്ചിലുകൾ ഷേബ് അബി താലിബി എന്ന് പറയുന്ന ആ താഴ്വാരത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ വീട്ടുകാരും കേൾക്കുമായിരുന്നു. വക്കാന ലാ യസ്ലു ഇലൈഹിം ഷൈഉൻ ഇല്ലാ സിർറൻ, രഹസ്യമായിട്ട് ഈ പറയുന്ന കരാറുകളിൽ, ദുൽമിൽ, അക്രമത്തിൽ, ഉപരോധത്തിൽ എല്ലാവരും അതിൽ മാനസികമായി തൃപ്തിയുള്ളവരല്ല. പക്ഷേ സമൂഹം ഒത്തായിട്ട് തീരുമാനമെടുക്കുമ്പോൾ, കൂട്ടായി ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് പരസ്യമായിട്ട് എതിർക്കാൻ അവർക്ക് പലർക്കും കഴിയുമായിരുന്നില്ല. രഹസ്യമായിട്ടില്ലാതെ എന്തെങ്കിലും അവരിലേക്ക് ആളുകൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നില്ല. വളരെ അപൂർവമായി പേടിയോടുകൂടെ മറ്റുള്ള സമൂഹം അവർ ഒഴിവാക്കുക, ഒറ്റപ്പെടുത്തുക എന്ന് പേടിച്ചു. വക്കാനൂ ലാ യഖ്റുജൂന മിന ശഅബി ലിശ്തിറാഇൽ ഹവായിജി ഇല്ലാ ഫിൽ അഷ്ഹുരിൽ ഹുറും, 3 വർഷത്തിൽ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിലില്ലാതെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ആ താഴ്വാരത്തിൽ നിന്ന് ബനു ഹാഷിം ബനു മുത്തലിബ് ആളുകൾ പുറത്തേക്ക് വരലില്ലായിരുന്നു, മറ്റുള്ളവരെ പേടിച്ചിട്ട്. അങ്ങനെ മക്കയിലേക്ക് വരുന്ന വിഭവങ്ങൾ മക്കയുടെ പുറത്തു പോയിട്ട് അവരെന്തെങ്കിലും സംഘടിപ്പിക്കലായിരുന്നു. അതിനൊക്കെ പരിധിയും പരിമിതിയും ഉണ്ടായിരുന്നു. വലാകിൻ അഹ്ലു മക്ക കാനു യസീദൂന അലൈഹിം ഫിസ്അതി ഖീമതഹാ ഹത്താ ലാ യസ്തതിഊന ശിറാഅഹാ, അപ്പോൾ മക്കക്കാർ ഈ കച്ചവട സംഘത്തിന് കുറച്ച് കൂടുതൽ വില കൊടുത്തിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുക്കണം, പുറത്തുനിന്ന് വിൽക്കരുതേ എന്ന് പറഞ്ഞ് അവരോട് പറയുമായിരുന്നു. അങ്ങനെയും കൂടി ബനു മുത്തലിബ് ബനു ഹാഷിമിനെ പ്രയാസപ്പെടുത്തിയിരുന്നു. ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹം അന്ന് മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു എങ്കിലും പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. റളിയല്ലാഹു അൻഹു റുബ്ബമാ യഹ്മിലു ഖംഹൻ ഇലാ അമ്മത്തിഹി ഖദീജത റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ്, അവർക്ക് ചില ധാന്യപ്പൊടികളും മറ്റൊക്കെ അദ്ദേഹം സ്വകാര്യമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അതുമായി വരുന്ന സമയത്ത് അബൂജഹൽ വഴിയിൽ വെച്ച് പിടികൂടി. എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ ബുഖ്തരി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അവരൊക്കെ അന്ന് മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു. ചില ആളുകൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളോട് ദയയും വാത്സല്യമുള്ളവരുണ്ടാകും, ചിലർ ശത്രുത കൂടുതലുണ്ടാവും. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. അബുൽ ബുഖ്തരി ഇടപെട്ട് വമക്കനഹു മിൻ ഹംലിൽ ഖംഹി, ആ പറയുന്ന ധാന്യങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു. വക്കാന അബൂ താലിബിൻ യഖാഫു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ താലിബിന് വളരെ ഭയമുണ്ടായിരുന്നു പ്രവാചകനെ രഹസ്യമായിട്ട് ചതിയിൽ കൂടെ രാത്രി ആളുകൾ ആക്രമിക്കുമെന്ന്. വക്കാന ഇദാ അഖദന്നാസു മലാജിഅഹും, ആളുകളൊക്കെ കടക്കാൻ പോയാൽ യഉമുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യൽതജിഅ അലാ ഫിറാശി, അബൂ താലിബിൻ്റെ വിരിപ്പിൽ ചെന്ന് കടക്കാൻ വേണ്ടി റസൂലിനോട് കൽപ്പിക്കുമായിരുന്നു. അന്ന് ഷഅബ് അബി താലിബിൽ മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്, കുഫാറുകളുണ്ട്. ഈ കുഫാറുകളായ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കൊണ്ടാണ് ഈ ഉപദ്രവം അവരും സഹിക്കേണ്ടി വരുന്നത് കുടുംബത്തിൽ. അപ്പോൾ രാത്രി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് അബൂ താലിബ് എല്ലാവരും കടക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബിൻ്റെ വിരിപ്പിൽ പോയി കടക്കാൻ വേണ്ടി പറയുമായിരുന്നു. ഹത്താ യുറാ ദാലിക മിൻ അറാദി ഖത്തിയാലഹു, ആരെങ്കിലും പ്രവാചകൻ ആക്രമിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അബൂ താലിബിൻ്റെ വിരിപ്പിലാണ് റസൂലി എന്നറിയാനും അബൂ താലിബിനുള്ള ആദരവ് കാരണം ഉപദ്രവിക്കാതിരിക്കാൻ. ഫഇദാ നാമന്നാസു, ആളുകളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ അമറ അഹദ ബനീഹി ഔ ഇഖ്വാനിഹി ഔ ബനി അമ്മിഹി ഫൽതജഅല ഫിറാശി റസൂലില്ല, അങ്ങനെ മക്കളിൽപ്പെട്ട ആരോടെങ്കിലും, സഹോദരന്മാരുടെ മക്കളോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതൃവിൻ്റെ മക്കളിൽപ്പെട്ട ആരോടെങ്കിലും പറയും റസൂലിൻ്റെ വിരിപ്പിൽ പോയി കടക്കാൻ, അബൂ താലിബിൻ്റെ വിരിപ്പിൽ പോയി കടക്കാൻ റസൂലിനോടും കൽപ്പിക്കുമായി. ഇങ്ങനെ സംരക്ഷണം നൽകിയിരുന്നു എന്ന്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂന യഖ്റുജൂന ഫി അയ്യാമിൽ മൗസിം, പ്രവാചകനും തൻ്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളും ഹജ്ജിൻ്റെയൊക്കെ സമയത്ത് അവർ പോയിട്ട് ആളുകളെ കാണും, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. മുമ്പൊക്കെ പറഞ്ഞതുപോലെ ചില സമയത്ത് അബൂലഹബിൽ നിന്നും മറ്റുള്ള മുശ്രിക്കുകളും ഉപദ്രവങ്ങളും പ്രയാസങ്ങളും സഹിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ഈ പറയുന്ന ഇവർ എഴുതി രേഖപ്പെടുത്തി കാബ ഷരീഫിൻ്റെ ഉള്ളിൽ ബന്ധിക്കപ്പെട്ട ആ കരാറ് പൊളിയാണ്. മറ ആമാനി ഔ സലാസത്തു അവാമിൻ വൽ അമ്രു അലാ ദാലിക്, 2 വർഷം, അതിൽ 2-ലേറെ കൂടുതൽ 3ഓളം വർഷം ഈ പറയുന്ന ഉപരോധത്തിൽ കഴിച്ചുപോയി, കാര്യങ്ങൾ പോയി. അങ്ങനെ പിന്നെ മുഹറം മാസത്തിൽ നുഖിലത്തി സ്വഹൈഫത്തു വഫുക്കൽ ഹിസാർ, ഈ പറയുന്ന ഏടുകൾ അഴിക്കപ്പെട്ടു, അതിൽ പറഞ്ഞ ഉപരോധം അത് ഒഴിവാക്കപ്പെട്ടു. അതിന് കാരണം അന്ന ഖുറൈശൻ കാനൂ ബൈന റാളിൻ ബിഹാദൽ മീസാഖി വകാരിഹില്ല, ചില ആളുകൾക്ക് ഇത് ഇഷ്ടമുണ്ടായിരുന്നു, മറ്റു ചില ആളുകൾക്ക് ഇത് വെറുപ്പായിരുന്നു ഇങ്ങനത്തെ ഉപരോധത്തിൽ. അപ്പോൾ ഫസഅ ഫീ നഖ്ലി സ്വഹൈഫത്തി മൻ കാന കാരിഹല്ല, അതിനുള്ള വെറുപ്പുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ആ പറയുന്ന കരാറ് പൊളിക്കണം, ഇവർക്ക് സഹായം ചെയ്യണം എന്നുള്ള അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി. ഏറ്റവും അധികം അതിനുവേണ്ടി ശ്രമിച്ചത് ഹിഷാം ഇബ്നു അംർ എന്ന് പറയുന്ന മനുഷ്യനാണ്, ബനു ആമിർ ഇബ്നു ലുഅയ് കുടുംബത്തിൽപ്പെട്ട.
വക്കാന യഫ്സിലു ബനി ഹാഷിമിൻ ഫി ശിഅബി മുസ്തഖ്ഫിയൻ ബില്ലൈലി ബിത്താം. രാത്രി സമയത്ത് ഭക്ഷണങ്ങളൊക്കെ സ്വകാര്യമായിട്ട് ആ മനുഷ്യൻ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഒരു മനുഷ്യനാണ്, പേടിച്ചുകൊണ്ട്, അതിനൊക്കെ പരിധിയുണ്ട് താനും. അങ്ങനെ ഒരു ദിവസം ആ ഹിഷാം ഇബ്നു അംർ അദ്ദേഹം പോവുകയാണ്. സുഹൈർ ഇബ്നു അബി ഉമയ്യൽ മഖ്സൂമി എന്ന് പറയുന്ന ആളെടുത്ത് പോയിട്ട്, വക്കാനത്ത് ഉമ്മുഹു ആത്തിക ബിന്തു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിൻ്റെ മാതാവ് ആത്തിക എന്ന് പറയുന്ന ഒരു അബ്ദുൽ മുത്തലിബിൻ്റെ മകളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ സുഹൈർ അറളീത അൻ തഅക്കുല തആം വതശ്റബ ശറാബ്, നീ ഭക്ഷണം കഴിക്കുക, നീ അതുപോലെ തന്നെ നിനക്ക് കുടിക്കാനും ഒക്കെ സുഭിക്ഷമായി കഴിക്കാനും കുടിക്കാനൊക്കെ ഭക്ഷണം പാനീയങ്ങളുണ്ട്. വഅഖ്വാലുക ബിഹൈസു തഅലം, നിന്റെ മാതാവിൻ്റെ സഹോദരന്മാരും മറ്റുമൊക്കെ ഇത്ര പ്രയാസപ്പെട്ട് കണ്ട് ഷേബ് അബി താലിബ് അവർക്ക് കഴിക്കാനില്ല കുടിക്കാനില്ല പ്രയാസപ്പെട്ട്, നിനക്കത് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സുഹൈർ പറഞ്ഞു, വൈഹക, നിന്റെ നാശം, ഫമാ അസ്നഉ അന റജുലുൻ വാഹിദ്, ഞാനൊരു മനുഷ്യനൊറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് എന്ന്. അമാ വല്ലാഹി ലൗ കാന മഇ റജുലുൻ ആഖർ ലഖുംതു ഫീ നഖ്ലിഹ, വേറെ ഒരാളും കൂടി എൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കരാർ ഞാൻ തകർക്കും പൊളിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഹിഷാം പറഞ്ഞു, ഖദ് വജദ്ത റജുല, ഒരാളെ നിന്റെ കൂടെയുണ്ട് എന്ന്. ആരാണ് എന്ന് ചോദിച്ചു. ഫഖാല അന, ഞാനതിന് തയ്യാറാണ് എന്ന്. അപ്പോൾ സുഹൈർ പറഞ്ഞു, എന്നാൽ മൂന്നാമത്തെ ഒരാളും കൂടി അന്വേഷിക്കേ, ഇത് അഭിപ്രായമുള്ള വേറെ ആളുടെ കുറച്ചും ശക്തിയാണ് എന്ന്. അങ്ങനെ മുത്അം ഇബ്നു അദി എന്ന് പറഞ്ഞ അന്ന് മുശ്രിക്കായി മരണപ്പെട്ടു പോയ ആളാണ്. മുത്അം ഇബ്നു അദി നല്ല മനുഷ്യനായിരുന്നു, സമൂഹത്തിൽ പേരും അംഗീകാരവും ആദരവും നന്മയും ഒക്കെ ഒരുപാടുള്ള വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ബനു ഹാഷിമിനോടും ബനു മുത്തലിമിനുള്ള കുടുംബം ബന്ധങ്ങളൊക്കെ ഇവർ പരസ്പരം പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഈ പറയുന്ന ദുൽമിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, സഹായിക്കാൻ വേറെ ആളുകളുണ്ടെങ്കിൽ നമുക്കത് തകർക്കാമായിരുന്നു എന്ന്. എന്നാൽ ഞങ്ങൾ 2 പേരുണ്ട് എന്ന്. അങ്ങനെ ഇവർ 2, 3, 4 ആളുകളായി കൂടിയിട്ട് അബുൽ ബുഖ്തരി എന്ന് പറയുന്ന ആൾ കൂടി, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതിൻ്റെ ശേഷം ഇവർ ജംഅത്ത് ബിനുൽ അസ്വദ് ബിനുൽ മുത്തലിബ് എന്ന് പറയുന്ന ആൾക്ക് ചെന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് കൂടിയതിൻ്റെ ശേഷം ഇവർ ഫലമാ അസ്ബഹു, നേരം പുലർന്നതിൻ്റെ ശേഷം ഗദൗ ഇലാ അന്ദിയത്തിഹിം, ഖുറൈശികൾ ഒരുമിച്ച് കൂടുന്ന അവരുടെ ക്ലബ്ബിലേക്ക് പോയി. വഗദാ സുഹൈറുൻ അലൈഹി ഹുല്ല, അപ്പോൾ ഈ സുഹൈർ പറഞ്ഞു, കാര്യം ഞാൻ അവിടെ ചെന്നിട്ട് അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, അവരോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. അങ്ങനെ ഫത്വാഫ ബിൽ ബൈത്തി സുബ, 7 പ്രാവശ്യം കാബൻ തവാഫ് ചെയ്തു. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം ഖുറൈശികൾ ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, യാ അഹ്ല മക്ക, മക്കക്കാരായ ആളുകളെ, അനഅകുലു ത്വആമ വനൽബസു അസ്സിയാബ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ധരിക്കാൻ വസ്ത്രങ്ങളുണ്ട്. ബനു ഹാഷിം ഇതുപോലെ അവിടെ ഭക്ഷണമില്ല വസ്ത്രവുമില്ല, അവർക്കുള്ള വിഭവങ്ങളില്ലാതെ അവിടെ കടന്ന് നശിക്കുകയാണ്. അതുകൊണ്ട് ലാ യുബാഉ വലാ യുബ്താമിനും, അവർക്കൊന്നും വിൽക്കുന്നില്ല, അവരത്തുള്ളത് നിങ്ങൾ വാങ്ങുന്നില്ല. അതുകൊണ്ട് വല്ലാഹി ലാ അഖഉദു ഹത്താ തുശഖ ഹാദിഹി സഹീഫത്തുൽ ഖാതിഅത്തുൽ ളാലിമ, അക്രമപരമായ അതിക്രമപരമായ ആ പറയുന്ന 7 രേഖ, ആ കരാറ്, അത് തകർക്കാതെ ഞാൻ ഇനി ഇരിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, വക്കാന ഫീ നാഹിയത്തിൽ മസ്ജിദ്, പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്ന കദബത്ത വല്ലാഹി ലാ തുശുക്, നീ കളവാണ് പറഞ്ഞത്, അത് തകർക്കാൻ സമ്മതിക്കൂല, നിനക്കതിന് കഴിയൂല. അപ്പോൾ ജംഅത്ത് ബിനുൽ അസ്വദ് പറഞ്ഞു, അൻത വല്ലാഹി അക്ദബ്, നീയാണ് ഏറ്റവും വലിയ കള്ളൻ. മാ റളീന കിതാബത ആയത്തു, അത് എഴുതിയ അന്ന് തന്നെ നമുക്ക് തൃപ്തിയില്ലാത്ത ഒരു തീരുമാനമാണ്. ജംഅത്ത് ബിനുൽ അസ്വദ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, അൻത വല്ലാഹി അക്ദബ് മാ റളീന കിതാബതഹ ഹൈതു കുതിബത്, അത് എഴുതപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് തൃപ്തിയില്ലാത്തൊരു തീരുമാനമാണ്, ഒരു കരാറാണ് എന്ന്. അബുൽ ബുഖ്തരി പറഞ്ഞു, സദഖ ജംഅത്തു, സത്യമാണ് പറഞ്ഞത്, ലാ നർലാ മാ കുതിബ ഫീഹ വലാ നുഖിറു ബിഹി, ആ എഴുതിയ ആ പറയുന്ന കരാറും ആ പറയുന്ന രേഖകളും നമുക്ക് തൃപ്തിയില്ലാത്തതാണ്, ഇങ്ങനത്തെ അനീതി പാടില്ല, അക്രമം പാടില്ല. മുത്അം ഇബ്നു അദിയും പറഞ്ഞു, നിങ്ങൾ രണ്ടാളും സത്യമാണ് പറഞ്ഞത്, അതല്ലാത്തൊരു തീരുമാനം, അത് തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കരാറ് അത് പൊളിച്ച് തകർത്ത് അവരുമായുള്ള ബന്ധം നന്നാക്കണം, ഈ ഊരുവിലക്ക് പ്രഖ്യാപിച്ചത് നമ്മളത് നിർത്തിവെക്കണം എന്ന്. ഹിഷാം ഇബ്നു അംറും അതുപോലെ അവർ പറഞ്ഞതുപോലെ പറഞ്ഞു. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഹാദാ അംറുൻ ഖുദിയ ബിലൈലിൻ, ഇത് രാത്രി സമയത്ത് നിങ്ങൾ തമ്മിലെടുത്ത തീരുമാനമാണ്, നമ്മളാരും അറിയാതെ രഹസ്യമായിട്ട് നിങ്ങളെടുത്ത തീരുമാനമാണിത് എന്ന്. അബൂ താലിബ് ആ സമയത്ത് പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്, ഇവരുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട്. അപ്പോൾ അബൂ താലിബ് അവിടെ വന്നത്, ഇന്നമാ ജാഅഹും ലിഅന്നല്ലാഹ അസ്സ വജല്ല കാന ഖദ് ഇത്തലഅ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അംരി സഹീഫ. അബൂ താലിബ് അവരോട് ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ട്. സംഭവം എന്താണ് എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ എഴുതിയ അക്രമപരമായ ആ കാര്യങ്ങൾ തകർക്കാൻ വേണ്ടി ചതലിനെ പറഞ്ഞയച്ചു എന്നുള്ളത്. ചതലി എന്ന് പറയുന്ന ആ ജീവി വന്ന് അതിൽ പറഞ്ഞ അക്രമവും കുടുംബബന്ധം മുറിക്കലും ഈ പറയുന്ന അനീതിയുമായ ആ കാര്യങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് മുഴുവനും ഈ ചതല് അത് തിന്ന് നശിപ്പിച്ചിരുന്നു എന്നുള്ളത്. അവർ ഖുറൈശികൾക്ക് അതറിയില്ല, കഅബ ശരീഫിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ചതാണ്.
എന്നാൽ അതിൽ അള്ളാഹുവിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് അതുപോലെ തന്നെ ഉണ്ട് താനും, നശിപ്പിക്കപ്പെടാതെ ഉണ്ട് താനും. അപ്പം ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു. അബൂ താലിബ് അപ്പോൾ ഖുറൈശികളുടെ ഈ ചർച്ചയും സംസാരങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അത് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അബൂ താലിബ് പറഞ്ഞു, ഫഅഖ്ബറഹും അന്നബ്ന അഖീഹി, അബൂ താലിബിൻ്റെ സഹോദരൻ്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കദാ വകദ, ഇന്നീ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫഇൻ കാന കാദിബൻ ഖല്ലൈനാ ബൈനക്കും വബൈന, അവൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ അവനെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇനി വഇൻ കാന സ്വാദിഖൻ റജഅതും അൻ ഖതിഅതിനാ വദുൽമിനാ, അവൻ പറഞ്ഞത് സത്യമാണോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, കഅബ ശരീഫ് തുറന്ന് നോക്കി, പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ പറയുന്ന ഊരുവിലക്കും ഈ കുടുംബബന്ധം മുറിക്കലൊക്കെ നിങ്ങൾ നിർത്തിയിട്ട് ഞങ്ങളോടുള്ള ബന്ധം പഴയപടി ആക്കണം, പഴയതുപോലെ ആക്കണമെന്ന്. അപ്പോൾ അവർ ഖദ് അൻസഫ്ത, നീ നീതിയാണ് പറഞ്ഞത്, നീ പറഞ്ഞ വാക്ക് നീതിയാണ്, ശരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന സംസാരം കാര്യങ്ങളും അവരുടെ ഇടയിൽ നടക്കുന്നു. അവർ കഅബ ശരീഫ് തുറന്നുകൊണ്ട് ആ ഏടുകളെ നോക്കുന്ന സമയത്ത് ഖദ് അകലത്ത് ഹാ ഇല്ല ബിസ്മിക്കല്ലാഹുമ്മ, അവരത് എഴുതുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞിരുന്നു. റഹ്മാൻ അർ റഹീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേര് ഖുറൈശികൾക്ക് അറിയുകയും ഇല്ലായിരുന്നു, അവരത് അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൽ പറയുന്ന ഈ അക്രമവും അനീതിയും കുടുംബബന്ധം മുറിക്കലുമായിട്ട് എഴുതി വെച്ച ആ കാര്യങ്ങൾ മുഴുവനും ചെതൽ അത് തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അതുപോലെ ഉണ്ട് താൻ, അബൂ താലിബ് പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കൊടുത്തതുപോലെ. അങ്ങനെ ഏതാണെങ്കിലും ഈ പറയുന്ന കരാറ് അത് ഒഴിവാക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ കുടുംബമായ ബനു ഹാഷിം, ബനു മുത്തലിബ് അവർ മുഴുവൻ പിന്നീട് ഷുഐബ് അബൂ താലിബിൽ നിന്ന് പുറത്തേക്ക് വന്ന് പഴയ രൂപത്തിൽ ഖുറൈശികളും മറ്റുള്ള ആളുകളും അവരുള്ള ബന്ധം കാര്യങ്ങളും പഴയതുപോലെ തന്നെ ആക്കുകയാണ്. ആ ഊരുവിലക്കും പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് അവസാനിപ്പിക്കും. വഖദ് റഅൽ മുശ്രികൂന ആയത്തൻ അളീമത്തൻ മിൻ ആയാതി നുബുവത്തിഹി, പ്രവാചകൻ ഈ പറയുന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് പരിശോധിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അവർ കാണുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഇയ്യറു ആയത്തൻ യുഅ്രിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ, എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരവരുടേതായ പഴയപടി സ്വഭാവങ്ങൾ അവരെ തുടർന്നുകൊണ്ട് അതൊക്കെ സിഹ്റാണ്, അതൊക്കെ കൺകെട്ടാണ്, ജാലവിദ്യയാണ് എന്ന് പറയുന്ന വാക്കുകൾ പറഞ്ഞ് അവർ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. വിശ്വസിക്കാനോ അംഗീകരിക്കാനോ അവർ തയ്യാറായിരുന്നില്ല. ഈ പറയുന്ന സംഭവങ്ങളുടെ ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏകദേശം ഇതിലുള്ള ചില വിഷയങ്ങളൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത സഹീഹായ കാര്യങ്ങളാണ്. ബാബു തഖാസുമിൽ മുശ്രിക്കീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വരുന്ന സമയത്ത് അവർ ഒരുമിച്ചുകൂടി നമ്മൾ നാളെ ഇന്ന സ്ഥലത്തായിരിക്കും, ബനു ഹൈഫിലാണ് നമ്മൾ നാളെ വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പോലത്തെ ബുഖാരിയിലൊക്കെ വന്നതാണ് താനും. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം പറഞ്ഞെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ശേഷം അബൂ താലിബിൻ്റെ അടുത്തേക്ക് വീണ്ടും ഖുറൈശികൾ പ്രവാചകനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വരുന്ന സംഭവമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സദസ്സിലൊക്കെ നമുക്ക് പറയാം. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.